നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായിയുമായ രാജ് കുന്ദ്ര കേസുകൾക്കൊടുവിൽ പ്രതികരണം നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അനധികൃത അശ്ലീല സിനിമകളുടെ വിതരണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം അദ്ദേഹം മറുപടി നൽകുകയാണ്. തന്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾക്കൊന്നും തെളിവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അശ്ലീല സിനിമകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട കേസിൽ രാജ് കുന്ദ്രയുമായി ബന്ധമുള്ള 1 ഡസനോളം സ്ഥലങ്ങളിൽ നവംബർ 29-ന് ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ആരോപിക്കപ്പെടുന്ന പോണോഗ്രഫി കേസിൽ താൻ നാളിതുവരെ ഒരു പോണോഗ്രഫിയുടെ ഭാഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണം പുറത്തു വന്നപ്പോൾ അത് വളരെ വേദനാജനകമായിരുന്നു. ഇതിന് വസ്തുതകളോ തെളിവുകളോ ഇല്ലാതിരുന്നതിനാലാണ് ജാമ്യം ലഭിച്ചത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇതെല്ലാം തന്റെ പേരിൽ അപകീർത്തിപ്പെടുത്താൻ ആരോ ചെയ്തതാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ് കുന്ദ്ര സിബിഐക്ക് കത്തെഴുതുകയും തനിക്കെതിരാണെന്ന് തോന്നിയ എല്ലാവരുടെയും പേരുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നടപടിയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. പോൺ റാക്കറ്റ് നടത്തിയെന്ന് ആരോപിച്ച് 2021-ൽ മുംബൈ പോലീസ് കുന്ദ്രയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട കുന്ദ്രയ്ക്കെതിരെ 2022 മെയ് മാസത്തിൽ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തത്. കുന്ദ്ര ഏതാണ്ട് 2 മാസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ കുന്ദ്ര സിനിമയാക്കി എടുത്തിരുന്നു. അതേസമയം ഇഡി റെയ്ഡിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി വിവാദ വ്യവസായി രാജ് കുന്ദ്ര രംഗത്തെത്തിയിരുന്നു. തന്റെ ഭാര്യയും നടിയുമായ ശില്പ ഷെട്ടിയുടെ പേര് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചിടരുതെന്നും വ്യക്തിയുടെ അതിർവരമ്പുകളെ ബഹുമാനിക്കണമെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.